ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ലോകപ്രശസ്തമായ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലാണ്. കണ്ട, എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം എന്ന് പറയുന്നത്. പ്രസിദ്ധി ആർജിച്ച ക്ഷേത്രമാണ്, ഭഗവതി ക്ഷേത്രമാണ്. ഉത്രാളിക്കാവ് എന്നാണ് പറയുന്നത്. ഒരുപാട് തവണ ഞാൻ ഇതിലേ പോയപ്പോഴൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ വരണം എന്ന് ആഗ്രഹിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. വേറൊരു വഴിക്ക് പോയതാണ്. ഈ ക്ഷേത്രത്തിലേക്ക് വരണമെന്ന് വിചാരിച്ച് വന്നതല്ല. പക്ഷെ നമ്മൾ പോയ കാര്യം നടന്നില്ല. അതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ എന്തായാലും ഉത്രാളിക്കാവ് ക്ഷേത്രം ഒന്ന് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഉത്രാളിക്കാവ് ക്ഷേത്രം എന്നല്ല, ഉത്രാളിക്കാവ് അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ബാക്കിൽ കൂടി ഒരു റെയിൽവേ ലൈൻ പോകുന്നുണ്ട്. നമുക്ക് കാണാൻ കുറച്ച് കഴിയുമ്പോൾ ട്രെയിനൊക്കെ ഇതുവഴി പാസ് ചെയ്യുന്നത്. നല്ലൊരു ലൊക്കേഷനാണ്. കാവ് തുറക്കാനുള്ള സമയമായിട്ടില്ല. ഏകദേശം ഒരു 3:30 മണിയായിട്ടുള്ളൂ. ഇനിയും സമയമുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ കൂടിയാണ് റെയിൽവേ ലൈൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് വിശ്വവിഖ്യാതമായ ഉത്രാളിക്കാവ്. ഇവിടെ ഒന്ന് വരണമെന്ന് കുറേ നാളുകളായുള്ള ആഗ്രഹമാണ്. ഇതുവഴി കുത്താമ്പള്ളിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ക്ഷേത്രം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇറങ്ങാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. എന്താല്ലേ ഭംഗി! ഇതുവഴി ട്രെയിനും കൂടി കടന്നു പോകുമ്പോഴാണ് ആ ഒരു ഭംഗി പൂർണ്ണമാവുക. അങ്ങനെ ഉത്രാളിക്കാവ് ക്ഷേത്രം കാണണം എന്നുള്ള നമ്മുടെ ആഗ്രഹം സഫലമായി. അപ്പം ഞാൻ കാണുന്നതിനോടൊപ്പം നിങ്ങളെ കൂടി കാണിച്ചു തരിക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ.